ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയുടെ സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എനിക്കൊരു പണി കിട്ടി ഗൈസ്. ആ പണിയാണ് നിങ്ങളുടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. വേറൊന്നുമല്ല, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ ഗീ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ നെയ്യ് ഉപയോഗിച്ചിട്ട് മോയ്സ്ചറൈസർ ഉണ്ടാക്കുന്നത്. അതായത് 1000 years ആയിട്ടുള്ള ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു നാച്ചുറൽ ആയുർവേദിക് മോയ്സ്ചറൈസർ ആണ് അത് എന്ന് പറയുന്നവരുണ്ട്. ആൻഡ് ഓൾസോ അവർ പറയുന്നുണ്ട് ചിലർ 100 വാഷ് മോയ്സ്ചറൈസർ വിൽക്കുന്നുണ്ട്, ചിലർ 1000 വാഷ് വിൽക്കുന്നവരുണ്ട്, ചിലർ 1500 വിൽക്കുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് ഇങ്ങനെ ഓരോ വാഷിനും അത് പ്യുവർ ആവും സൂപ്പർ ആവും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മോയ്സ്ചറൈസർ ഒരുപാട് ഇപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ പേജിലൊക്കെ അവൈലബിൾ ആണ്. അങ്ങനെ ആ ഒരു പേജിൽ നിന്നും ഞാൻ വാങ്ങാൻ വേണ്ടിയിട്ട് റെഡി ആയില്ല. കാരണം വേറെ ഒന്നുമില്ല, നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റണ ഒന്നാണ്, സ്വന്തമായിട്ട് ഉണ്ടാക്കി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. സോ അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ ആണ് പറയുന്നത്. അപ്പം ഞാൻ ആദ്യമേ പറയാം, ഒടുക്കത്ത് ചൂടായതുകൊണ്ട് അമ്മേരെ നൈറ്റ് ഈ നൈറ്റ് ഉള്ളുണ്ട്. ഞാൻ ദുബായിൽ നമുക്ക് എടുപ്പെടുത്ത നൈറ്റിയാണ് ഗൈസ്. ഇന്നലെ കുളിച്ചിട്ടിടാൻ വേറെ ഡ്രസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അമ്മേരെ നൈറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസറിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതവർ പ്രൊമോട്ട് ചെയ്യണം സോഷ്യൽ മീഡിയാസിൽ. ഇത് വിൽക്കുന്ന ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്നത് സ്കിൻ ബ്രൈറ്റ് ആവും, ഗ്ലോ ആവും, ഡാർക്ക് സ്പോട്ട്സ് മാറും, ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് 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 യൂസസ് പറയുന്നുണ്ട്. അതായത് നമ്മൾ മോയ്സ്ചറൈസറും സിറം ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, വേറെ ഒന്നും യൂസ് ചെയ്യേണ്ട, ഇത് മാത്രം യൂസ് ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. സോ ഭയങ്കര ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവർക്ക് അടിപൊളിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഞാനിത് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കിയതാണ് ഈ ഒരു റിവ്യൂ എന്ന് പറയുന്നത്. ആദ്യം ഞാൻ ഇതേപോലത്തെ ഒരു സ്റ്റീൽ പ്ലേറ്റും പിന്നെ ഇത് കണക്കത്തെ ഒരു കപ്പുമാണ് എടുത്തിട്ടുള്ളത്. ആക്ച്വലി നമുക്ക് മറ്റേ കോപ്പർ പ്ലേറ്റിൽ അതാണ് കുറച്ചുകൂടെ നല്ലതെന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്കത് കിട്ടിയില്ല, അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത്. അതിനുശേഷം നമുക്ക് നെയ്യ് വേണം, നല്ല പ്യുവർ ആയിട്ടുള്ള നെയ്യ് കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇപ്പം ഞാനിത് ഇൻസ്റ്റാഗ്രാമിലൊരു പേജിൽ നിന്ന് വെച്ചാൽ നേറ്റീവ് ഫാമേഴ്സ് എന്നുള്ള ഇൻസ്റ്റാഗ്രാമിലൊരു പേജുണ്ട്. അടിപൊളി പേജാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പേജ്. വേറൊന്നുമല്ല, അതിൽ ഒരു ഫാർമർ അധികം ഏജൊന്നും ഇല്ലാത്തൊരു ചേട്ടനാണ്. ആ ചേട്ടൻ ഇങ്ങനെ തേനെടുക്കാൻ പോകുന്നതും പുള്ളിക്കാരൻ കൃഷിയാണ്. നമ്മൾ ഭയങ്കര അത് കാണാൻ ഭയങ്കര ആശ്വാസമാണ്. എനിക്ക് അത് ഒരു ദിവസമെങ്കിൽ എനിക്ക് അവിടെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അത്ര അടിപൊളിയാണ്. നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു ഗൈസ്. ഓക്കെ, അപ്പം ഞാൻ 4 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു നെയ്യ് സത്യം പോലെ എൻ്റെ വീട്ടിൽ ഞാൻ എന്ത് കൊണ്ടുവന്നില്ല വരും പ്യുവർ അല്ല, നല്ലതല്ല, ചാത്ത സാധനമൊന്നും. ഇതിപ്പോൾ എൻ്റെ അമ്മ ഇങ്ങനെ ലുബ്ധിച്ചാണ് ഉപയോഗിക്കുന്നത്. തീരുമെന്ന് പറഞ്ഞ് അമ്മയും പറഞ്ഞു, അത്രയ്ക്ക് പ്യുവർ. ഞാൻ അവരെ കൂടെ ഒരു വേണ്ട തേന വാങ്ങിച്ചായിരുന്നു, അതതിനേക്കാളും സൂപ്പർ, അത്ര സെറ്റ് സാധനം. ഓക്കെ, അങ്ങനെ ഞാൻ കുറച്ച് ഇതൊക്കെ എടുത്തു. അതിന് ശേഷം ഞാൻ ഇതിനകത്തോട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ട സാധനം എന്ന് പറയുന്നത് വെള്ളമാണ്. വെള്ളം നമ്മൾ കുറച്ചൊഴിച്ച് കൊടുക്കുകയാണ്. ആക്ച്വലി ഇതിനൊരു കണക്കുണ്ട്, 4 ടീസ്പൂൺ അങ്ങനെ ഒരു കണക്കൊക്കെ ഉണ്ട്. അപ്പം ഞാൻ 4 അതേ കണക്ക് ഞാൻ പക്ഷെ കുറച്ചെടുക്കുന്നുണ്ട്. ഇത്ര എടുത്തിട്ട് ഞാൻ ഒരുപാടൊന്നും എടുത്തില്ല, ഇത്ര എടുത്തോളാം. എന്നിട്ട് ഇനി നന്നായിട്ട് നമ്മുടെ ഈ കപ്പിൻ്റെ ബാക്ക് വെച്ചിട്ട് നല്ല പോലെ ചെയ്ത് കൊടുക്കണം. പിന്നെ എനിക്കൊരു അബദ്ധം വരിച്ചാൽ ഈ പ്ലേറ്റും ഈ പാത്രവും മുടിഞ്ഞ പാടായിരുന്നു, ഈ പ്ലേറ്റും ഈ കപ്പും. പിന്നെ കപ്പ് കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ മാറ്റി. ഓക്കെ, എന്തെടുക്കാനും നല്ല ക്ലീൻ ചെയ്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ആദ്യം സത്യം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ചെയ്ത് 1000 തവണ അല്ലെങ്കിൽ 100 തവണയൊക്കെ വാഷ് ചെയ്യുന്നത് ഭയങ്കര ഇതാണ്. അടുത്തൊരു പാത്രം കൂടെ എടുത്ത് വയ്ക്കുക, എന്നിട്ട് ഇതിനകത്ത് വെള്ളം ഒഴിക്കുക. പിന്നെ ഓരോ തവണയും വാഷ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ വെട്ടുക. ഒന്ന് ഇങ്ങനെ ഓരോരോ അല്ലെങ്കിൽ 1 2 3 എന്ന് എഴുതി പോവുക. അല്ലെങ്കിൽ നമ്മൾ കൗണ്ട് തെറ്റിപ്പോൾ, പക്ഷേ എൻ്റെ കൗണ്ട് തെറ്റിയായിരുന്നു. ഓക്കെ, അതിന് ശേഷം ഞാൻ നന്നായിട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഓരോ തവണ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം കളഞ്ഞെടുക്കുക. ഇതിപ്പോൾ കുറേ തവണ ചെയ്തിട്ട് വന്നതാണ്. ഇതേപോലെ വരും. എനിക്കത് ഇത് കാണുമ്പോൾ നമ്മൾ ആട്ടിൽ അരയ്ക്കൂലേ, എന്നിട്ട് കൈ വെച്ച് അതേപോലെ തോന്നി. പിന്നെ കൈയൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് വേണം ചെയ്യാൻ വേണ്ടി. പക്ഷേ എത്ര കഴിവെന്ന് പറഞ്ഞാൽ നമ്മൾ കൈ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ ജേംസ് വരും. അത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് പിന്നെ നമ്മൾ നോക്കണ്ട, എനിക്കങ്ങനെ പറയാനുള്ളല്ലോ, എന്താ പറയാനല്ലേ. ഓക്കെ, ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസി, നല്ല ടെക്സ്ചറിൽ കിട്ടും. ക്രീമി ടെക്സ്ചറിൽ നല്ല രീതിക്ക് കിട്ടും. അപ്പം പൊളിയാണ് ഗൈസ്, അപ്പം സെറ്റാണ്.
നല്ല എന്താ പറയുക നല്ല അടിപൊളി ടെക്സ്ചറിൽ നല്ല പോലെ കിട്ടും. കണ്ട് ഇതിപ്പോൾ കുറേ തവണ ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ലൈക്ക് ആ ഒരു ക്രീം ടെക്സ്ചറിലോട്ട് വരുമ്പോൾ നമുക്കറിയാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഭയങ്കര തിക്കായിട്ട് എടുക്കണ്ട. പിന്നെ മിക്സിയിലൊക്കെ ഇട്ട് അടിക്കാമെന്നൊക്കെ ഞാൻ ഒരുപാട് വീഡിയോയിൽ കണ്ടു. പക്ഷേ മിക്സി എനിക്കെന്തോ താല്പര്യമില്ല, കൈ കൊണ്ട് തന്നെ ചെയ്തു. ഇതാ ഞാൻ ഇത് മാറ്റി സ്പൂൺ ലൈക്ക് ആ ഒരു ടംബ്ലർ മാറ്റിയതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. നല്ലപോലെ ചെയ്ത് കൊടുക്കണുണ്ട്. സോ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും ഇത് കണക്ക് വെള്ളം വരും. നമ്മൾ അതെടുത്ത് ഇത് കണക്കൊരു പാത്രത്തിനകത്തോട്ടിട്ട് അങ്ങ് എടുത്തെടുത്ത് വയ്ക്കുക. ഇത് ഫുള്ള് നിറഞ്ഞു. എന്നിട്ട് എൻ്റെ പകുതിയായിട്ടുണ്ടായിരുന്നു വാട്ടർ എന്ന് പറയണത്. ഇത് 50ാമത്തെ വാഷിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. 50ാമത്തെ വാഷിൽ കിട്ടിയതാണ്. അതിന് ശേഷം നമുക്കിനി 100 വാഷ് വരെ പോകണം. നല്ലപോലെ ഞാൻ ഇതെല്ലാം കാണിക്കുന്നില്ല, എല്ലാ സ്റ്റേജൊന്നും കാണിക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചുമ്മാ കരിക്കണമെന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ്, മെനക്കെട്ട പരിപാടിയാണ്. 3 മണിക്കൂർ എടുക്കും ഇതൊന്ന് സെറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. സോ 2-2.5-3 മണിക്കൂർ എടുക്കും. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ നല്ല പാത്രമൊക്കെ നമ്മൾ പെട്ടെന്ന് ചെയ്തു പോകാൻ വേണ്ടി പറ്റും. പിന്നെ കൈ നല്ലപോലെ എഗെയിൻ ഞാൻ പോയി കഴുകിയിട്ട് ഞാൻ കൈ വെച്ചിട്ടാണ് ഇതെല്ലാം വഴിച്ചെടുക്കുന്നത്. ആൻഡ് ഇതെന്താ പറയുക, നല്ലൊരു ക്രീമായിട്ടുള്ള സംഭവം കിട്ടും. എന്നിട്ടൊരു ലൈക്ക് എന്തെങ്കിലും ഒരു ഗ്ലാസ് ടിന്നകത്തോട്ടോ ജാറിലോട്ടോ എന്തെങ്കിലുമൊക്കെ വാരി വയ്ക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ പറയുന്നത് 7 ദിവസത്തിൽ കൂടുതൽ ഉപയോഗിക്കാൻ വേണ്ടി എനിക്ക് ഉറക്കം വരുന്നുണ്ട് ഗൈസ്. സോറി, എനിക്ക് വയ്യ, പനിയാണേ. ഞാൻ കാലിട്ട് ഞാൻ കാണിച്ചു തരാം. കാലിടുമ്പോഴത്തേക്കും ഭയങ്കര സോഫ്റ്റായിട്ടിട്ട് മുഖത്തിട്ട് ഞാൻ കാണിക്കില്ല ഗൈസ്, കാരണം കുരു വന്നു ഗൈസ്. ഇപ്പം ഞാനിത് 100 ടൈം വാഷ് ചെയ്യുന്ന എടുത്തില്ല. 100 അല്ലാതെ ഈ കൂടും, കാരണം കൗണ്ട് ചെറുതായിട്ടൊന്നും എഴുതിയപ്പോൾ 100-110 അത്രയൊക്കെ പോകുള്ളൂ. 1000 ടൈംസ് എൻ്റെ പെണ്ണ് ഇതിൻ്റെ പിറകെ ഇരിക്കാൻ വയ്യായിരുന്നു. കാരണം ഇത് ചെയ്ത് എൻ്റെ കൈ നന്നായിട്ട് ആ ഗ്ലാസ്സിൽ ഇങ്ങനെ പിടിച്ച് ചെയ്തത് എൻ്റെ കൈ നന്നായിട്ട് ചുമന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. സോ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു മോയ്സ്ചറൈസർ ഓക്കെ, ഇത് ഏതൊക്കെ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ ഇതെൻ്റെ റിസൾട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാനിത് ആദ്യം ഞാൻ എൻ്റെ കാലിലാണ് യൂസ് ചെയ്തത്. കാരണം എൻ്റെ കാല് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള, എൻ്റെ കാലും കയ്യേക്കാലും എൻ്റെ കാല് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള. കാരണം എനിക്കിങ്ങനെ നമുക്കറിയാൻ പറ്റും ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കണത്. എന്നുവെച്ചാൽ മുഖവും അല്ലെങ്കിൽ ബാക്കിയുള്ള ബോഡി പോർട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത പോലെയാണ് എൻ്റെ കാലിരിക്കുന്നത്. അത്രയ്ക്ക് ഭയങ്കര ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ കാലിട്ടപ്പോൾ അടിപൊളിയായിരുന്നു. ഭയങ്കരമായിട്ട് എന്താ പറയുക, രാവിലെ എണീറ്റാലും ആ ഡ്രൈനെസ് ഒന്നും ഉണ്ടാവില്ല. സ്കിൻ ഭയങ്കര സോഫ്റ്റായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് നെക്സ്റ്റ് ഞാൻ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ, പാച്ച് ടെസ്റ്റ് ഇവിടെയൊക്കെ ഇട്ടു, കുഴപ്പമില്ല. ഒരേ ഒരു ദിവസം നൈറ്റ് ഞാൻ മുഖത്തിട്ട് അപ്പം വന്ന കുരുവാണ് ഗൈസ്. 1 2 3 4 5 ഇങ്ങനെയുണ്ട്. 5 കുരുക്കളാണ് എനിക്കിതിട്ടപ്പം വന്നത്. സോ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ, ഇതൊരിക്കലും ഓയിലി സ്കിൻ ഇടാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷേ എൻ്റെ സ്കിൻ എന്ന് വെച്ചാൽ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. കാരണം കയ്യിലൊന്നും ഇട്ടിട്ട് ഒരു പ്രശ്നവും വന്നില്ല. ജസ്റ്റ് മുഖത്തൊന്നും ഇട്ടു. അപ്പം മുഖത്ത് കയറി ഒരൊറ്റ ദിവസം ഇട്ടതേ ഉള്ളൂ. ആദ്യം കുഞ്ഞു പൊക്കിയാണ് വന്നത്. ഇപ്പോൾ നല്ല നിത്യനുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇത് തനി അങ്ങ് പോകും. കാരണം ഇത് നിർത്തിയ സ്ഥിതിക്ക് ഇത് തനി അങ്ങ് പോകും. അപ്പോൾ ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ്. കയ്യിലും കാലിലിടാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. അപ്പോൾ ഇതെന്താണെന്നുള്ള സാധനം പറഞ്ഞു തരാം. നമുക്കറിയാം, നമ്മളെ ബട്ടർ ഉരുക്കിയിട്ടാണ് നമ്മൾ നെയ്യായിട്ട് എടുക്കുന്നത്. അപ്പോൾ നെയ്യായിട്ട് എടുക്കുമ്പോഴത്തേക്ക് 62% എന്ന് പറയണത് സാച്ചുറേറ്റഡ് ഫാറ്റാണ് ഈ നെയ്യിനകത്ത് വരണത്. അപ്പോൾ ഹെവി ആയിട്ടുള്ള ഫാറ്റാണ്. ഇത് നമ്മൾ കഴുകിയിട്ടാണ് 100 വാഷ് 1000 വാഷിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിടണം. അപ്പോൾ ഭയങ്കര ഹെവി ആയിട്ടുള്ള മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഈ ഹെവി ആയിട്ടുള്ള മോയ്സ്ചറൈസർ അവിടെ നിൽക്കട്ടെ. നമ്മൾ ഈ ഒരു ക്ലൈമറ്റ് അനുസരിച്ച്, ഇപ്പോൾ സമ്മറോ വിൻ്ററോ എന്തോ ആയിക്കോട്ടെ, ഇപ്പോൾ ഒടുക്കത്തെ ചൂടാണ് ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് അനുസരിച്ച്. ഞാൻ ഇങ്ങനെ തുടച്ചാണ് ഞാൻ ഇരിക്കുന്നത്. ഓക്കെ, ഒടുക്കത്തെ ചൂടാണ്. അപ്പോൾ ഈ ചൂട് സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് വിയർക്കും. നമ്മൾ മുഖവും മൂക്കും താഴെ നമ്മളിങ്ങനെ വിയർത്തൊലിച്ചോണ്ടിറങ്ങും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ ഒരു മോയ്സ്ചറൈസർ ഇട്ടിട്ട് നമ്മൾ ഇത് കണക്ക് വിയർക്കുമ്പോഴത്തേക്കും നമ്മുടെ മുഖത്തെ കുഞ്ഞു സുഷിരങ്ങളുണ്ട്. എല്ലാവർക്കും അറിയാം നമ്മുടെ മുഖത്ത് പോഴ്സുകളുണ്ട്. ചിലർക്ക് ഭയങ്കര ലാർജ് ആയിട്ടുള്ള ഓപ്പൺ പോഴ്സ് ആയിരിക്കും, ചിലർക്ക് മൈന്യൂട്ടായിട്ടുള്ള പോഴ്സ് ആയിരിക്കും. അപ്പോൾ ഭയങ്കര ലാർജ് ആയിട്ടോ മൈന്യൂട്ടായിട്ടോ ഉള്ള പോഴ്സ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ സാധനം കയറി ക്ലോഗ് ചെയ്തിരിക്കുക. അതായത് ഈ കുഞ്ഞു പോഴ്സിനകത്ത് കുഞ്ഞു പോഴ്സിനകത്ത് കയറിയിട്ട് ഇത് സാധനം ഇങ്ങനെ കയറി അടഞ്ഞിരിക്കും. അങ്ങനെ അടഞ്ഞിരിക്കുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ, ഇങ്ങനെ അടഞ്ഞിരിക്കുമ്പോഴത്തേക്കും നമുക്ക് അതവിടെ കുരുവാവാനും വലിയ ബംസ് മുഖത്തുണ്ട്. എൻ്റെ അതെനിക്ക് അങ്ങനെയാണ് വന്നതെന്ന് തോന്നുന്നു. ഇവിടെ ഒരു
വലിയ ബമ്പായിട്ടുണ്ടായിരുന്നത് പോയി. ഇച്ചിരി വലുതായിരുന്നു ആ ബമ്പെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൊന്തി വന്നിരിക്കും, ഭയങ്കര ബമ്പി ആയിട്ടിരിക്കും. അപ്പോൾ ആ പോഴ്സ് ക്ലോഗ് ചെയ്തിട്ട് നമുക്കൊരു ഇഷ്യൂ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓഫ് കോഴ്സ് ചാൻസ് ഉണ്ട്. ഇപ്പം ഇത് വിൻ്ററിലാണെങ്കിൽ പോലും ഞാനിത് സജസ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് മുഖത്തൊരു മോയ്സ്ചറൈസറായിട്ട് ഞാനിത് സജസ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരുപാട് ഇൻസ്റ്റാഗ്രാമിൽ ലൈക്ക് എനിക്ക് തോന്നുന്നു എസ്പെഷ്യലി തമിഴ്നാട്ടിലുള്ള ആൾക്കാരാണ് ഇത് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. മലയാളീസും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കൂടുതലും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാലും ചിലർ എന്ന് വെച്ചാൽ, കാരണം ഇതിന് വലിയ പണിയില്ല, പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നില്ല. ബിക്കോസ് അവർ പറയുന്നുണ്ട് 100% നാച്ചുറൽ, നോ പ്രിസർവേറ്റീവ്സ്, നോ കെമിക്കൽസ് എന്ന്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ സാധനം നിങ്ങളൊരു സ്ഥലത്ത് നിന്ന് ബുക്ക് ചെയ്ത് ഇത് ഡെലിവർ ആവാൻ 4-5 ദിവസം എടുക്കും, അല്ലെങ്കിൽ 6-7 ദിവസം, അല്ലെങ്കിൽ 3 ദിവസം എടുത്തെന്ന് വിചാരിച്ചു. ഇതിനകത്ത് ഓഫ് കോഴ്സ് ഫംഗലും ബാക്ടീരിയയും വരും. അത് നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ്സാണ്. നമ്മളിപ്പോൾ എത്ര ചെയ്യൂല, അങ്ങനെയില്ല, ഫംഗലും ബാക്ടീരിയ വരൂല എന്ന് പറഞ്ഞാൽ പോലും ഇതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. ഇതിൽ ഫംഗലും ബാക്ടീരിയ ഗ്രോത്തും ഉണ്ടാവും. അപ്പോഴത്തേക്ക് എന്താ വെച്ചാൽ നമ്മൾ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്ന തന്നെ നമുക്ക് ഫംഗലും ഈ ബാക്ടീരിയൊന്നും അതിനകത്ത് വളരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നത്. പക്ഷേ ആ പ്രിസർവേറ്റീവ്സ് നമ്മുടെ സ്കിന്നിനോ ബോഡിക്കോ നമ്മുടെ ഹെൽത്തിനോ ഇഷ്യൂ ഇല്ലാത്ത പ്രിസർവേറ്റീവ്സ് ആണ് നമ്മുടെ സാധാരണ മോയ്സ്ചറൈസറിലായാലും ലിപ് ബാമിലൊക്കെ ആയാലും ചേർത്തുകൊണ്ടിരിക്കണത്. അപ്പം ഇതെന്ന് പറയുന്നത് നമ്മൾ 4-5 ദിവസം കഴിഞ്ഞ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അഫ്കോഴ്സ് ഇത് എന്താ പറയുക, അവർ പറയും ഫ്രിഡ്ജ് വെച്ചിട്ടാണ് യൂസ് ചെയ്യാമെന്ന് പറയും. ഇപ്പം ഞാനിത് ഫ്രിഡ്ജ് വെച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് ഫ്രിഡ്ജ് വെച്ചിട്ട് അകത്ത് ഫ്രിഡ്ജിൽ വെച്ച്, ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെച്ച് ഒരു ബോട്ടിലൊക്കെ വെച്ച് അടച്ചങ്ങ് വെച്ചിട്ട് നമ്മൾ എടുക്കുകയാണ്. പിറ്റേ ദിവസം എടുക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് എഗെയിൻ കുറേ വെള്ളം കാണും. ഈ വെള്ളം നമ്മൾ അരിച്ച് കളഞ്ഞിട്ടുകൊണ്ട് ഇടാൻ പറ്റും. വെള്ളം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചരിച്ചു കൊടുത്താൽ മതി, അതങ്ങ് പോകും. പക്ഷേ നമ്മൾ മുഖത്തിടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും വെള്ളം ഒരു ഭാഗത്ത് മറ്റേതൊരു ഭാഗത്ത്, അങ്ങനത്തെ ഒരു സംഭവം ഇരിക്കുക. പിന്നെ നിങ്ങൾ ഫ്രീസറിൽ വെച്ചിട്ടാണെങ്കിൽ ഇതിനൊരു ഉപയോഗവും ഇല്ല. കട്ടയ്ക്കാത്തൊരു സാധനം, ഒരിക്കലും ഒരു ഉപയോഗവും ഇല്ലാത്ത സാധനമാണ് ഫ്രീസറിൽ വെച്ചിടുമ്പോഴത്തേക്ക്. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം ചിലർ കോപ്പർ പ്ലേറ്റിൽ യൂസ് ചെയ്യും. അപ്പോൾ കോപ്പർ പ്ലേറ്റും കോപ്പർ ഗ്ലാസ്സൊക്കെ ആകുമ്പോഴത്തേക്ക്, ടംബ്ലറൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾക്ക് അത് കുറച്ചുകൂടെ നല്ലതാണ്. പക്ഷേ ഞാൻ സ്റ്റീലാണ് യൂസ് ചെയ്തത്. സ്റ്റീൽ ഒരിക്കലും നല്ലതല്ല, കാരണം സ്റ്റീലിൽ ബാക്ടീരിയകൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ മിക്കുള്ളവർ നമ്മൾ കാണുന്നത് വെച്ചാൽ അവർ കൈ വെച്ചിട്ടാണ് ഇങ്ങനെ ആക്കുന്നത്. ഓഫ് കോഴ്സ് നമ്മളെ കയ്യിൽ ബാക്ടീരിയ കാണും. അതായത് ഇപ്പം ഞാൻ ഉടനെ പോയി സോപ്പ് കഴുകിയിട്ടൊന്നും പറഞ്ഞ് 99% ബാക്ടീരിയ പോയി 2 ബാക്ടീരിയകൾ ഉണ്ടാവില്ല, അവർ കുട്ടിയിട്ടുണ്ടായിക്കോളും ഗൈസ്. ആ 2 ബാക്ടീരിയ മതി നമുക്ക് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ബാക്ടീരിയ ലൈക്ക് നമ്മളിപ്പം ഒന്നിക്ക് ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യാം. പക്ഷേ ഗ്ലൗസ് ആയാലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം ഞാൻ ഇപ്പം ഈ ഇടയ്ക്കും എൻ്റെ പൂച്ചയ്ക്ക് ആയതുകൊണ്ട് ഞാൻ സ്ഥിരം ഗ്ലൗസ് ഇട്ടിട്ട് പൂച്ചയ്ക്ക് മരുന്നൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്കറിയാം ഗ്ലൗസ് ഭയങ്കര സ്മെല്ലാണ്. ആൻഡ് കൈയൊക്കെ ഇങ്ങനെ പൊരിഞ്ഞളവും അങ്ങനെ ഇങ്ങനെ പൊടിയായിട്ടൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യും. അപ്പം എനിക്ക് ഗ്ലൗസ് അലർജിയാണ്. അപ്പം ഈ ഗ്ലൗസ് എന്ന് പറഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും അതിൻ്റെ പൊടി എന്തെങ്കിലുമൊക്കെ വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അലർജി ആയിട്ടുള്ളവർക്ക് ലൈക്ക് മുഖത്തൊക്കെ ഇടുമ്പോഴത്തേക്ക് ഒരുപാട് പ്രശ്നം, വോൾട്ടേജിൻ്റെ പ്രശ്നമാണ്, ഒരുപാട് പ്രശ്നം വരും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്കിപ്പം വീട്ടിൽ ഉണ്ടാക്കിയിടാൻ താല്പര്യമില്ല, നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കിയ ഡേറ്റ്, അത് എത്ര ദിവസം വരെ യൂസ് ചെയ്യാമെന്നുള്ളത് നോക്കണം. അല്ലാതെ ഓക്കെ ഒന്നുമില്ല കൊണ്ട് എനിക്ക് പെട്ടെന്ന് യൂസ് ചെയ്താൽ മതി അങ്ങനെ നിൽക്കാൻ വേണ്ടി പാടില്ല. കാരണം സ്കിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഗനാണ്. ഒരു ഓർഗൻ നമ്മൾ കംപ്ലൈൻ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഇത് യൂസ് ചെയ്തൊരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ പറയാണ്, ഒരിക്കലും ഇത് മുഖത്തിടാൻ വേണ്ടിയിട്ട് നിൽക്കേ ചെയ്യരുത്. ഇത് നിങ്ങൾക്ക് കയ്യിലോ കാലിലോ യൂസ് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചന്തിയിൽ യൂസ് ചെയ്യാം ഗൈസ്. സീരിയസ്ലി ഞാൻ പറയാണ്, ചിലർക്ക് ഇത് നമ്മുടെ ബാക്ക് പോർഷനിൽ ഇത് പീലാവും, സ്കിന്ന് പീലാവും. നമ്മൾ അതിനെന്തോ ഒരു ഇത് പറയും, സ്കിന്നിങ്ങനെ തൊലിയുരിഞ്ഞ് അവർക്ക് വരും. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇടരുത് ഗൈസ്. കുറച്ചെടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് വേണമെങ്കിൽ ബാക്കിലൊക്കെ യൂസ് ചെയ്യാം, കയ്യിലും കാലിലും മുട്ടിലൊക്കെ യൂസ് ചെയ്യാം. ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരിക്കലും മുഖത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. ആസെ പണി കിട്ടിയുള്ള ആളെന്ന നിലയിൽ ഞാൻ പറയുകയാണ് ഗൈസ്. എൻ്റെ 5 കുരു, ഞാൻ നിങ്ങൾക്കൊരു കാര്യം, ഒരു കുരു ഇല്ലാതാ ഞങ്ങൾക്ക് 1-2 മാസമായിട്ട് ഞാൻ മുഖത്ത് വെച്ചോണ്ടിരിക്കുകയാണ്. എനിക്ക് വീഡിയോയുടെ ആയിരിക്കുമായിരുന്നു കംപ്ലീറ്റ് മുഖത്തെ കുരു എല്ലാം പോയിരുന്നു. പക്ഷേ ഇതൊരൊറ്റ ദിവസം ഇട്ടോളും നമ്മുടെ പോഴ്സ് ക്ലോഗ് ആകുന്ന ഒരു അടിപൊളി സാധനമാണിത്. പിന്നെ നിങ്ങൾക്ക് 1000 വാഷ് ചെയ്യാം, 2000 വാഷ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടമാണ്, എത്ര വേണോ നിങ്ങൾ കഴുകും. പക്ഷേ മിനിമം ഒരു 100 തവണയിലും കഴുകിയിരിക്കണം. ഇനി ഇപ്പോഴും പറയാണ്, മുഖത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത്.
ഇപ്പം ഇത് ചെയ്തിട്ട് നിങ്ങൾ ഈ മോയ്സ്ചറൈസർ ഇട്ടിട്ട് നിങ്ങൾക്ക് മുഖത്ത് ചൊറിച്ചിൽ വരും, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുഖത്ത് നമ്മുടെ ബേൺ ആവും, നിങ്ങളുടെ മുഖം ഭയങ്കരമായിട്ട് തൊലഞ്ഞു പോകും, അങ്ങനെ ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് പിമ്പിൾസ് വരും. ഒരൊറ്റ സൈഡ് എഫക്റ്റ് ആണ് ഇതിൻ്റെ ഇതെന്ന് പറയുന്നത്, പിമ്പിൾസ്. ഇപ്പം പിമ്പിൾസ് വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, പിമ്പിൾസ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ പിമ്പിൾസ് വരാനുള്ള ചാൻസ് 99% കൂടുതലാണ്. കാരണം ഇത് ഭയങ്കര ഹെവി ആയിട്ടുള്ള ഫാറ്റാണ്, ഭയങ്കര ഹെവി ഫാറ്റാണ്. ആ ഹെവി ഫാറ്റ് നമ്മൾ ലൈക്ക് എന്താ പറയുക, കഴുകിയാണ് എടുക്കുന്നത്, ഫാറ്റ് മാറ്റിയിട്ട് അങ്ങനെയൊന്നും സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്ന സാധനമല്ല. സോ അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഞാൻ യൂസ് ചെയ്തതിൻ്റെതിൽ നമ്മുടെ സബ്ബിൽ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ അടുത്ത് പറയാണ്, ഇത് യൂസ് ചെയ്യാൻ നിൽക്കണ്ട, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ കുറച്ച് വാങ്ങിച്ച് യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, നെയ്യ് എടുക്കുമ്പോഴത്തേക്ക് പ്യുവറായിട്ടുള്ള നെയ്യ് എടുക്കാൻ നോക്കുക. ഞാൻ 100% പ്യുവർ നെയ്യാണ് എടുത്തേക്കണം. കാരണം നേറ്റീവ് ഫാമേഴ്സ് എന്നുള്ളൊരു ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, അതിലെടുത്ത് കാണുന്നവർക്കറിയാം അത് അടിപൊളിയായിട്ടുള്ളൊരു പേജാണ്. ആ പേജിൽ നിന്ന് ഞാൻ കുറച്ച് തേനും നെയ്യൊക്കെ ഇതൊക്കെ ട്രെൻഡിങ് ആണ് മുമ്പേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ തേനൊക്കെ എനിക്ക് കൺസ്യൂം ചെയ്യാനും നെയ്യ് എനിക്ക് ചുണ്ടിയിടാനും അങ്ങനെയൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വിൻ്റർ ടൈമിൽ. സോ ഇതാണ് എൻ്റെ റിവ്യൂ. ഞാനിതൊരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കുരുവൊക്കെ. പിന്നെ ഇൻ കേസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് കുരു വന്നാൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, മുഖം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നന്നായിട്ടൊരു മേക്കപ്പ് റിമൂവർ ഇട്ട് നന്നായിട്ട് മേക്കപ്പ് റിമൂവ് ചെയ്യുക. എന്നിട്ട് ലൈക്ക് എന്താ പറയുക, ഫേസ് നല്ലപോലെ ഒരു ഓയിൽ ക്ലെൻസറായിട്ട്, അതായത് ഓയിൽ റിമൂവ് ചെയ്യുന്ന ഒരു ക്ലെൻസർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓയിൽ ഫ്രീ ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസർ ഇടുക, സെറ്റാവും. അതായത് പയ്യെ അതങ്ങ് പൊക്കോളും. നമ്മളായിട്ട് അതിൻ്റെ പിറകെ ഇങ്ങനെ ഓടി നടക്കേണ്ട ആവശ്യമില്ല, സെറ്റായിക്കോളും. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പം എന്നെ സംബന്ധിച്ചിട്ട് ഇത് നോട്ട് വർക്കിംഗ്. ഓക്കെ, ഇത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല, നിങ്ങളെ ഇഷ്ടമാണ്. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക ഗൈസ്. ഇതാണ് എൻ്റെ റിവ്യൂ എന്ന് പറയണത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഞാൻ പറയുന്നുണ്ട്, ഞാൻ പറയൂല, നിങ്ങളടുത്ത് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഒരുപാട് മോയ്സ്ചറൈസേഴ്സ് അവൈലബിൾ ആണ്. സെറാമൈഡും ഒക്കെ അടങ്ങിയിട്ടുള്ള, ഒരുപാട് ഹൈറലോണിക് ആസിഡ് ഒക്കെ അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് മതി ഗൈസ്. ഇത് ആയുർവേദമാണോ ഒക്കെയാണ്, സമ്മതിക്കുന്നു, ഭയങ്കര പ്യുവറാണ് ഒക്കെ സമ്മതിക്കുന്നു. പക്ഷേ പണി വരും പിള്ളേച്ചോ, അത്രേ ഉള്ളൂ. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നത്. ബൈ ബൈ.